അബ്കാരികളും അധികാരികളും തമ്മിൽ ലിവിങ് ടുഗദർ തുടങ്ങുമ്പോഴാണ് ഒന്നാം തീയതി ഡ്രൈഡേ വേണ്ട, രണ്ടെണ്ണം വിടുക എന്നാണ്. കുടിക്കൊക്കെ പല സ്ഥലത്തുണ്ട്. കീറുക, വിടുക, പൂശുക, മോന്തുക, വീശുക. അപ്പൊ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വീശുന്ന സംഘടന എന്നേ അർത്ഥമുള്ളൂ. വീശറി സംഘടന. ലിക്കറോളജി, കിക്കറോളജി. കിക്കർ വെച്ചാൽ കിക്കാവുക. വേറൊരു ഭാഗം കൂടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിക്കറോളജി എന്നാണ്. നിക്കറിടലോ. അതെ, ഷെഡില്ലാണ്ട് സമരം ചെയ്തുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായി. ഇപ്പൊ നിക്കറോളജി, മദ്യം കഴിച്ച് ലിക്കറടിച്ച് കിക്കായ നിക്കർ അഴിഞ്ഞു പോവും. എന്നിട്ട് റോട്ടിൽ ഇങ്ങനെ കിടക്കുക, കുഴ ലിക്കറടിച്ച് കിക്കായ നിക്കർ അഴിഞ്ഞു പോവും. അപ്പൊ ലിക്കറോളജി അതിന്റെ അപ്ലിക്കേഷൻ കിക്കറോളജിയുടെ അപ്ലിക്കേഷൻ നിക്കറോളജി. നിക്കർ അഴിഞ്ഞ് റോട്ടിൽ കിടക്കുക. അതിനാണ് ഇങ്ങനെ സമഗ്രമായിട്ടുള്ളൊരു സാധനമാണ് ഈ മദ്യശാസ്ത്രം. അപ്പൊ മദ്യം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അത് ശരിക്കും പാലാഴി മഥനത്തിൽ നിന്നുണ്ടായതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, പാലാഴി മഥനം നടന്നല്ലോ. ഈ മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ മറ്റേ കയറാക്കിയിട്ട് ഒരു തലയ്ക്ക് ദേവന്മാരും മറ്റേ തലയ്ക്ക് അസുരന്മാരും നിന്നിട്ട് കടകട എന്നിങ്ങനെ തൈര് കടണമാതിരി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി കുറച്ച് വിഷം ഛർദ്ദിച്ചു. ആ വിഷം പരമശിവൻ കയ്യിൽ വാങ്ങി കുടിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ, കാളകണ്ഠൻ എന്നൊക്കെ പേരുണ്ടായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിലൊരു ഡ്രോപ്പ് ഭൂമിയിൽ വീഴും മുമ്പ് ഇവിടുത്തെ അബ്കാരികൾ പിടിക്കുകയും ആ അബ്കാരികൾ ആ വാസുകിയുടെ വിഷത്തിൻ്റെ ഒരു ഡ്രോപ്പിൽ നിന്ന് അത്ര സ്പിരിറ്റ് ഉണ്ടാക്കി. അതെ, അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കി മദ്യം മാറ്റാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു സാധനത്തിൽ നിന്നാണ്. ഒരു സിദ്ധാന്തം ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. തെറ്റായാലും ശരിയായാലും എനിക്കൊരു ഭയങ്കര മൂടിയില്ല. ഇങ്ങനെ പല സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടല്ലോ. ഒരു സിദ്ധാന്തം കൂടെ ആവിഷ്കരിച്ചു. അപ്പോൾ ലിക്കറോളജി, കിക്കറോളജി, നിക്കറോളജി, അങ്ങനെ പിന്നെ അബ്കാരികളാണ്. അബ്കാരികളും അധികാരികളും രണ്ട് കാരികളാണ്. അബ്കാരി അതിൽ കാരിയുണ്ട്, അധികാരി അതിലും കാര്യമുണ്ട്. അബ്കാരികളും അധികാരികളും തമ്മിൽ നല്ല ബന്ധം വരുമ്പോഴാണ് എന്തുണ്ടാവണേ, അബ്കാരികളും അധികാരികളും തമ്മിൽ ലിവിങ് ടുഗദർ തുടങ്ങുമ്പോഴാണ് ഒന്നാം തീയതി ഡ്രൈഡേ വേണ്ട, എന്നൊരു സാധനം വരും. ഒന്നാം തീയതി എന്തിനാ ഡ്രൈഡേ ആക്കിയേ? ഒന്നാം തീയതി ശമ്പളം കിട്ടുന്ന ദിവസാ. ഇപ്പൊ പല സ്ഥാപനങ്ങളിലും ഒന്നാം തീയതി ശമ്പളമില്ല. KSRTC-ലൊന്നും ശമ്പളം ഇല്ലാണ്ട്. അതെ, പല ഡിപ്പാർട്ട്മെന്റുകളിലും പല വകുപ്പുകളിലും ഒന്നാം തീയതി ശമ്പളം കിട്ടാതെ 3, 4, 5, 6, 7 തീയതികളിൽ ശമ്പളം കിട്ടുകയും ചില ദിക്കിൽ ശമ്പളം കിട്ടാതാവുകയും ചില ദിക്കിൽ ശമ്പളം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ ഈ ഒന്നാം തീയതി ഡ്രൈഡേ ആക്കുന്നതിന് എന്താ ഒരു പ്രസക്തി? ഈ ഒന്നാം തീയതി ഡ്രൈഡേ വരണ്ട ദിനം ആക്കുന്നതിന് എന്താ ഒരു പ്രസക്തി എന്നൊരു ചോദ്യം അവിടെ ശേഷിക്കുന്നില്ലേ? ഒന്നാം തീയതി ഡ്രൈഡേ ആക്കിയിട്ട് എന്താ കാര്യം? ഒന്നാം തീയതി ശമ്പളമില്ല. ശമ്പളം കിട്ടുന്ന ദിവസമാണ് ഡ്രൈഡേ ആക്കണ്ടേ. അപ്പോൾ കേരളം ഒട്ടുക്ക് അങ്ങനെയാണല്ലോ. കേരളം ഒട്ടുക്ക് ഡ്രൈഡേ ആക്കണമെങ്കിൽ കേരളം ഒട്ടുക്ക് ശമ്പളം കൊടുക്കുന്ന ദിവസം ഒന്നാവണം. അങ്ങനെയല്ല, പല സ്ഥലത്ത് പല സമയത്താണ് ശമ്പളം കൊടുക്കുക. ഇനിയിപ്പോൾ കുടിച്ചേ തീരൂ, രണ്ടെണ്ണം വിടുക എന്നാണ്. കുടിക്കൊക്കെ പല സ്ഥലത്തുണ്ട്. കീറുക, വിടുക, പൂശുക, മോന്തുക, വീശുക. ഈ വീശലാണ് 3 തരം വീശലാണ്. ഒന്ന് വെളിച്ചം വീശുക. അതെ, വെളിച്ചം വീശുക, അറിവിൻ്റെ വെളിച്ചം വീശുക, അത് വിദ്യാലയങ്ങളിൽ. പിന്നെ ഒന്ന് വെഞ്ചാമര വീശുക, ആനപ്പുറത്ത് പൂരത്തിന്. അത് വെഞ്ചാമരം വെളുത്തതാണ്, അത് വെളിച്ചം തന്നെയാണ്. വെഞ്ചാമര വീശുക. പിന്നെ മറ്റേ വീശല, വെളിച്ചം വീശുക, വെഞ്ചാമര വീശുക, സ്മോൾ വീശുക, പിന്നെ വിശറി. വീശാനുള്ളതാണല്ലോ വിശറി. വിശറിക്ക് എന്താ ഇംഗ്ലീഷ്? ഫാൻ. അപ്പോൾ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വിശറി സംഘടന. അതെ, ഒരു നടൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവനെങ്ങനെ വീശി അയ്യോ ഉഷ്ണിക്കുണ്ടോ, വീശി അവനെ അങ്ങോട്ട് വലുതാക്കുക, അവനെ അങ്ങോട്ട് സൂചിപ്പിക്കുക.
വേറൊരു നടന്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവരും വിശറി എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള നടനെ വിശറി കൊണ്ട് വീശി അവനെ അങ്ങോട്ട് സൂചിപ്പിക്കുക. അപ്പൊ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വീശുന്ന സംഘടന അതേ അർത്ഥമുള്ളൂ, വീശറി സംഘടന. മറ്റത് വീശുന്നതിനും ഫാൻസ് അസോസിയേഷൻ എന്ന് പറയാൻ കുഴപ്പം, ഇതിന് പറയാൻ കാര്യം പറഞ്ഞൂടെ, അതിനും പറയാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തൊക്കെ തരം മദ്യമുണ്ട്? സ്പിരിച്വൽ ആണ് ശരിക്കും മദ്യം, സ്പിരിച്വൽ ആണ്. എന്തൊക്കെ തരം മദ്യമുണ്ട്? ബ്രാൻഡി, നാടൻ ഭാഷയിൽ ഉറാണ്ടി. കല്യാണം ആലോചിച്ചപ്പോൾ ചെക്കന് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഉറാണ്ടി കുടിക്കത്ര. ബ്രാൻഡി എന്നുള്ള ഒരാൾ പറഞ്ഞാണ് ബ്രാൻഡി മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കുന്നത് അത്ര. ഈ ഭ്രാന്തി എന്ന ശബ്ദമാണ് ബ്രാൻഡി സാഹിബിന് ഭ്രാന്തി. തിരുവനന്തപുരം ട്രിവാൻഡ്രം ആയതുപോലെ, കാഷ്യൂനട്ട് ആയതുപോലെ ഭ്രാന്തി ആണ് തൃശ്ശൂർ ആയതുപോലെ. അതെ, അങ്ങനെയാണ് ഭ്രാന്തിയാണ് എന്തായത്, ബ്രാൻഡി ആയത്. കുടിച്ച ഭ്രാന്ത, അമ്മകളെ വരെ തിരിച്ചറിയില്ല. ബ്രാൻഡി. പിന്നത്തെ വിസ്കി എന്ന് പറഞ്ഞാൽ കാശി ഇസ്ക, പോക്കറ്റിലെ കാശി ഇസ്ക. അങ്ങനെ വിസ്ക്സ് യുവർ മണി അവേ എന്നാണ്. വിസ്ക്ഡ് അവേ എന്ന് പറഞ്ഞാൽ റാഞ്ചി വിടും. അതെ, പണം ഇങ്ങനെ പോക്കറ്റിലെ പണം ഇസ്ക്കുന്നതാണ് വിസ്കി. പിന്നെ വൈൻ, അത് ഫൈൻ മദ്യമാണ് വൈൻ. പിന്നെ റമ്മുണ്ട്. അയ്യമ്മേ, റമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ അങ്ങനെ റിമ്മ് പോലെ റമ്മ് ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ റമ്മാക്കി ദമ്മാക്കി കിടത്തുന്നതാണ് റമ്മ്. പിന്നെ ബീറാണ്. അതെ, വീരൻ എന്നുള്ളതാണ് ബീറ് എന്നായത്. വീരം. അതെ, രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വാന്ന അക്ഷരമില്ല, വംഗദേശമാണ് ബംഗാളായത്. അതുപോലെ വീറാണ് ബീറായത്. അപ്പൊ വീറ് കൂട്ടുന്നതാണ് ബീറ്. ആൽക്കഹോളിന്റെ അംശം കുറവാണ്. അപ്പൊ ഇങ്ങനെ പല ജാതി മദ്യങ്ങൾ ഉള്ളതിൽ ഈ മദ്യം എന്ന് പറയുന്നത് മധ്യ കേരളം ഇംഗ്ലീഷിൽ ബാർ എന്നാണല്ലോ പ്രയോഗം. ബിഹൈൻഡ് ബാൾസ് ഇംഗ്ലീഷിൽ ഒരു എക്സ്പ്രഷൻ, ഒരു ഇടിയുണ്ട്, ശൈലി. ബിഹൈൻഡ് ബാർ എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കാൻ അർത്ഥം. കഴിക്കുള്ളിലാക്കുക. ഇപ്പൊ ബാറിന്റെ ഉള്ളിലാക്കുക എന്നുള്ളതിന് അതിന് പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം? കേരള ഈസ് നൗ ബിഹൈൻഡ് ബാൾസ്. കേരളം മൊത്തം ജയിലിലേക്കാണ്. ബാറിന്റെ പിന്നാലെ പോണ കേരളം എങ്ങനെയാ ജയിലിലാവുക? ലിക്കറി കുളിക്കുക, ഭാഗ്യക്കുറി തൊടുക, മയക്കുമരുന്ന് അടിക്കുക. പണ്ടൊരുത്തൻ അടിക്കാൻ പോയിട്ട് ബാറിൽ സ്ഥിരം അടിക്കുന്ന ആള് ഈ ടച്ചിങ്സ് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചുമരുമ്പ് തേക്കത്ര. അപ്പൊ വേറൊരുത്തം വന്നത് ഇങ്ങനെ നോക്കി, അവ അടിച്ചിട്ട് എന്താ ചോദിച്ചാൽ ഈ അച്ചാർ എടുത്തില്ല, ചുമരുമ്പ് ആവുമ്പോ വെച്ചു, ചുമരുമ്പ് എടുത്ത് ആവുമ്പോ വെച്ചു. അടി കൂടിയാൽ പൊടി കൂടും, തവിട് കൂടും, തവിട് പൊടി ആവും.